ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലകൾ വാർത്തകളിൽ നിറയുമ്പോൾ നോവൊഴിയാത്ത ഒരു വീടുണ്ട് ക്ഷേത്രനഗരിക്ക് സമീപം. മലയാളി ബന്ധമുള്ള പത്മലതയുടെ വീട്. ഭീഷണിക്ക് വഴങ്ങാതിരുന്ന അച്ഛന്റെ രാഷ്ട്രീയത്തെ അടിച്ചമർത്താനായി എതിരാളികൾ ജീവനെടുത്ത പെൺകുട്ടി. ബോഡി എന്ന് പറഞ്ഞാൽ സ്കെലട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു പത്മലതയുടെ അച്ഛൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ ധർമ്മസ്ഥലയിൽ മത്സരത്തിനൊരുങ്ങുന്നത് അതൃപ്തിയുണ്ടാക്കി. ഒന്നുകിൽ നോമിനേഷൻ പിൻവലിക്കുക, അല്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കുക എന്നതായിരുന്നു മുന്നറിയിപ്പ്. ഈ മണ്ഡൽ പഞ്ചായത്ത് വോട്ടായിരുന്നു ആ സമയത്ത്. അതിൽ അച്ഛൻ കണ്ടസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അച്ഛൻ അവർക്കത് ഇഷ്ടമായില്ല. ഇവിടെ ഇവർ പറയുന്നവരായിരിക്കും അവിടുത്തെ എലക്റ്റഡ് മെമ്പറായിട്ട് അവരെടുക്കുന്നത്. ഇവിടെ കാണാതായി കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞയച്ച് ഇവർ നിങ്ങൾ ഇത് നോമിനേഷൻ വാപ്പസ് എടുത്തെങ്കിൽ പെണ്ണിനെ വിട്ടയക്കുമെന്ന് പറഞ്ഞു. മാത്രം ആരോ പറഞ്ഞു, ആരോടെ മുഖേനയാണെന്ന് എനിക്കറിയത്തില്ല, പറയിപ്പിച്ചു അച്ഛനോട്. അന്നേരം അച്ഛൻ നോമിനേഷൻ തിരിച്ചെടുക്കുകയും ചെയ്തു. എന്നാലും ഒരു തിരിച്ചു വിട്ടില്ല. പഠനം കഴിഞ്ഞു വരുന്ന വഴിയാണ് പത്മലതയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയ പിതാവിന് മുന്നിൽ മുഖം തിരിച്ചു ഉദ്യോഗസ്ഥർ. ഒടുവിൽ പാർട്ടി ഇടപെട്ട് കേസെടുപ്പിച്ചു. സമ്മർദ്ദത്തിനൊടുവിൽ മകളെ വിട്ടുകിട്ടാൻ നോമിനേഷൻ വരെ പിൻവലിച്ചു അച്ഛൻ. ഒടുവിൽ 56 ദിവസങ്ങൾക്കിപ്പുറം ക്രൂരതയുടെ ചിത്രം നേത്രാവതിയിൽ ഒഴുകി നടന്നു. ബോഡി എന്ന് പറഞ്ഞാൽ സ്കെലട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐഡന്റിഫൈ ചെയ്തത് അവിടെ കയ്യിൽ റിസ്റ്റ് വാച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഡ്രസ്സ് അതിലും ഇത് ഐഡന്റിഫൈ ചെയ്ത് കയ്യും രണ്ടും പിന്നെ കാല് രണ്ടും കെട്ടിയേക്കുമായിരുന്നു, വള്ളി കൊണ്ട് കെട്ടിയേക്കുമായിരുന്നു എന്നാ പറഞ്ഞ. പ്രതിയില്ല, തുടരന്വേഷണങ്ങളില്ല. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ നീതി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കുടുംബം. റിപ്പോർട്ടർ, ധർമ്മസ്ഥല.